ജോസഫ് മാത്യു സിസ്റ്റർ വന്ദനയുടെ സഹോദരനാണ്. ശ്രീ ജോസഫ് മാത്യു, താങ്കൾ അവിടെ പോയതാണ്, ഛത്തീസ്ഗഡിൽ പോയതാണ്, സഹോദരിയെ കണ്ടതാണ്. ജയിലിലെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ എംപിമാരോട് സംസാരിച്ചത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്ന് പ്രതിപക്ഷ എംപിമാർ പറയുന്നു. അങ്ങേക്ക് എന്താണ് വിവരം ലഭിച്ചത്? അങ്ങയോട് എംപിമാർ സംസാരിച്ചോ? താങ്കളുടെ സഹോദരിയുമായി പിന്നെ ബന്ധപ്പെടാൻ സാധിച്ചു? നമ്മുടെ ബഹുമാനീയനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ചാനലുകളിൽ വന്ന പ്രതിപക്ഷ എംപിമാരുടെ വാർത്ത ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ സഹോദരിയെ കണ്ടു, സംസാരിച്ചു. ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാർത്തയെപ്പറ്റി അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധി ശ്രീ ഗോകുൽ രാജ് പറഞ്ഞതിനോട് തന്നെ അതുപോലെയാണ്. ഔദ്യോഗികമായിട്ട് ഒരറിയിപ്പും നമുക്ക് ലഭിച്ചിട്ടില്ല, ആരും നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ല. സഹോദരിയെ കണ്ടപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? കേൾക്കുന്നില്ലേ? ജോസഫ് മാത്യു, സഹോദരിയെ കണ്ടു. സഹോദരി ഞങ്ങളോട് ചോദിച്ചത് എന്ന് എനിക്ക് പുറമേക്ക് പോകാമെന്നാണ്. അതായത് ഇന്നല്ലെങ്കിൽ നാളെ പോകാം. അതായത് അവർ 1-2 ദിവസം കഴിഞ്ഞ്, അത് ഇതിന് വലിയ ഗൗരവമുള്ള കേസൊന്നുമല്ല, ചെറിയ എന്തോ ഒരു പ്രശ്നമാണ്. അവിടെ അത്രയും ബഹളം നടന്നു, അതിലവർക്ക് ഭയമുണ്ടായിരുന്നു. എങ്കിൽ തന്നെ നീതി പെട്ടെന്ന് ലഭിക്കും, അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് നീതി ലഭിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. ഇത് ഓരോ ദിവസവും നീണ്ടുപോകും തോറും അവർക്ക് ആശങ്ക കൂടുകയായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ NIA കോടതിക്ക് വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സഹോദരിയെ കാണുന്നത്. പക്ഷേ ജാമ്യം കിട്ടിയില്ല, നാളെ കിട്ടുമെന്ന് സഹോദരിയോട് പറഞ്ഞു. NIA കോടതിയിലേക്ക് പോകണം ജാമ്യത്തിനെന്നുള്ള വിവരം ഞങ്ങൾ സഹോദരിയോട് പറഞ്ഞിട്ടില്ല. അത് അവരറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആരും ഞങ്ങൾ പറഞ്ഞില്ല. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണല്ലോ തീരുമാനം. ഹൈക്കോടതിയെ സമീപിക്കാനാണല്ലോ തീരുമാനം. അതെ അതെ, ഇന്ന് CBCIയുടെ നിർദ്ദേശമനുസരിച്ച് വക്കീൽ ഇടപാടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങളെ ബിഷപ്പ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വികാരി ജനറാളിനെ കണ്ടു, ബഹുമാനപ്പെട്ട പിതാവിനെ കണ്ടു. അപ്പോൾ ഞങ്ങളെ ഈ വിവരം CBCI എടുത്തിരിക്കുന്ന നടപടികൾ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ മന്ത്രി ജോർജ് കുര്യൻ്റെ പ്രതികരണമൊക്കെ അങ്ങ് കണ്ടു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഉത്തരവാദപ്പെട്ടവർക്ക് പറ്റിയ വീഴ്ചയാണ്, അതായത് കന്യാസ്ത്രീകൾക്കും വീഴ്ച പറ്റിയിരിക്കുന്നു, ഈ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകനും വീഴ്ച പറ്റിയിരിക്കുന്നു, മാധ്യമങ്ങൾ ആണ് ഈ കാര്യങ്ങൾ വഷളാക്കിയത് എന്ന രൂപത്തിലൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് ഇതോട് പ്രതികരിക്കാം. എന്താണ് മന്ത്രി പറഞ്ഞത്? താങ്കളും കേട്ടിരിക്കുമല്ലോ. മാഡം, കന്യാസ്ത്രീകൾക്ക് വീഴ്ച പറ്റിയെന്ന് ഒന്ന്? അതെ, കന്യാസ്ത്രീകൾക്ക് വീഴ്ച പറ്റിയെന്ന്. കന്യാസ്ത്രീകൾക്കും വീഴ്ച പറ്റിയിരിക്കുന്നു, ഈ പറഞ്ഞ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകർക്കും വീഴ്ച പറ്റിയിരിക്കുന്നു, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഏതായാലും അനുകൂലമായൊരു പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത്. അതെ, ശരി മാഡം, ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. കന്യാസ്ത്രീകൾക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തു എന്നാണ്. കന്യാസ്ത്രീകൾക്ക് വീഴ്ച പറ്റിയെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം മാഡം ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. അങ്ങനെ കന്യാസ്ത്രീകൾക്ക് വീഴ്ച പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരം അവർ പറഞ്ഞിരിക്കുന്ന കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തു എന്ന്. പക്ഷേ ഞാൻ ഇന്നലെ പോയപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അതായത് ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അവരാരെങ്കിലും ഒരാളെ സഹായിക്കാനായിട്ട് ഒരു ജോലി കൊടുത്തോ എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ സേവനമാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കന്യാസ്ത്രീകൾക്ക് തെറ്റുപറ്റി വീഴ്ച പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ആര് പറഞ്ഞു എന്ന് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ വാർത്തകളൊന്നും കാണലില്ല. ചാനലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അറിയില്ല. ശ്രീ ജോസഫ് മാത്യു, ജോർജ് കുര്യൻ ഒരു സഹമന്ത്രിയാണ്, കേരളത്തിൽ നിന്ന് പോയതാണ്, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയുമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കുറച്ചുകൂടി അനുകൂലമായ ഒരു പ്രതികരണം നിങ്ങൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാഡം, ഞാൻ ഈ പ്രതികരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
അപ്പം ഞാൻ ജോർജ് കുര്യൻ സാർ പറഞ്ഞതായിട്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് തികച്ചും തെറ്റാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. ജോർജ് കുര്യൻ സാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ശരി ശരി, ആ പ്രതികരണം അങ്ങേക്ക് കേൾപ്പിക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.